മാളു പറയണത് മര്യാദക്ക് കേട്ടോ. ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. 100 കടയിലൊന്നും എന്നെ കയറ്റാൻ പറ്റില്ല. ഒറ്റ കടയിൽ കയറും, അവിടുന്ന് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട്. മനസ്സിലായ? പിന്നെ അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല, മാറ്റണം എന്ന് പറഞ്ഞ പരിപാടിയൊന്നും നടക്കില്ല. എന്താ വാങ്ങിച്ചത് അത് എടുത്തോണ്ട്. പിന്നെ കടയിൽ പോയിട്ട് എന്നെ നാണം കെടുത്തിട്ടും കേട്ടല്ലോ, ഇവിടെ വന്ന് നല്ല കിട്ടും. മനസ്സിലായ? മോളെ അതൊന്നും എടുത്തേ. അതെ, ഈ കളറാകുമ്പോൾ എടുക്കാൻ അത്ര ഡാർക്ക് അല്ലല്ലോ. ഭയങ്കര ലൈറ്റ് കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര കറുത്ത പോലെ തോന്നും. ഇതാവുമ്പോ കറക്റ്റ് ആയിരിക്കും. നോക്ക്, നന്നായി ചേരും ചെയ്യില്ലേ. ഇഷ്ടപ്പെട്ടില്ലേ? കാരണം ഇങ്ങനെ വലിച്ചിരിക്കാൻ പറ്റില്ല. ഇത് മതി, ഇത് മതി. ഇത് എന്റെ ഭഗവാനെ, ഒരു വിഷുവായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. 2 മക്കളുണ്ട്, എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുലർച്ചെ കിടന്ന് മനുഷ്യൻ ഇവിടെ ഓടുകയാണ്. 2, 3, 4 കറി ഉണ്ടായ പോരല്ലോ, വിഷുവിന് സദ്യ തന്നെ വേണ്ടേ. ഒരാളും സഹായിക്കാനും ഇല്ല. എന്ത് ഗതിയാണോ പറ്റും. പിള്ളേരെ അത് നോക്കി കത്തിക്കല്ലേ, കൈ പൊള്ളും. വിഷുവായിട്ട് എനിക്ക് ആശുപത്രിക്കൊന്നും ഓടാൻ പറ്റില്ല കേട്ടാ. നോക്കി കത്തിക്കാതൊക്കെ. അതായത് അവളെ നോക്ക്. നീ ഇതൊക്കെ കത്തിച്ചിട്ട് അവിടെ കേട്ടോ. നാളെ അടിച്ചു വരുന്നത് എനിക്ക് തന്നെയല്ലേ പണി. നോക്കിയിട്ട് അതാ പടക്കൊന്നും പൊട്ടിക്കണ്ട. അതാവും പൊട്ടിച്ചോളൂ. നിങ്ങളതൊന്നും ചെയ്യണ്ട. അമ്മു, മാളു, അച്ഛൻ തന്ന ആ പൈസയുടെ വിഷ് കഴിഞ്ഞിട്ടും തന്നില്ലേ അച്ഛനും മാമനും വല്യച്ഛനൊക്കെ? അതെവിടെ വെച്ച്? അത് അങ്ങനെ കയ്യിൽ വെച്ചാലേ അത് കാണാണ്ടാവും. നമുക്കില്ലേ, മറ്റന്നാ നമ്മള് ഇവിടെ പോണില്ലേ പൂരത്തിന്. അപ്പൊ നമുക്ക് എന്തൊക്കെ വള മാലയൊക്കെ വാങ്ങണം പറഞ്ഞില്ലേ. അപ്പൊ അമ്മ വാങ്ങിത്തരാട്ടാ. ഇപ്പൊ അമ്മ പൈസ വെക്കാം. വാങ്ങിത്തരും, ഉറപ്പായിട്ടും വാങ്ങിത്തരും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പറ്റിക്കൊന്നുമില്ല. ഇപ്രാവശ്യം എന്തായാലും വാങ്ങിത്തരും. അമ്മ പേഴ്സിൽ വെച്ചോളാം ട്ടാ. ചെറിയ കുട്ടികളുടെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നും വെക്കാൻ പാടില്ല. അതാണ് ട്ടാ നമ്മുടെ അമ്മ വെക്കാട്ടാ. എന്തായാലും വാങ്ങിത്തരും. പിന്നെ